GCC കൺട്രിയിൽ പ്രത്യേകിച്ച് ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ദുബായ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക? അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും എങ്ങനെ പഠിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക? ഇതിൻ്റെ ചില വീഡിയോസ് ചെയ്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ ചോദിച്ച് നിരന്തരം എനിക്ക് മെസ്സേജസും കോളുകളും ബന്ധുകൊണ്ടേയിരുന്നു. അത്തരം എല്ലാ സംശയങ്ങളും തീർക്കുക എന്നതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി കരിയർ എക്സ്പേർട്ടും കോളനിസ്റ്റുമായിട്ടുള്ള ജാഫർ സാദിഖ് പുളിയക്കോട് നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. സർ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എല്ലാ ആളുകൾക്കും അറിയേണ്ടത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എങ്ങനെയാണ് GCC കൺട്രിയിൽ പഠിക്കാൻ സാധിക്കുക? സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാർക്ക് ബേസ്ഡ് ആണോ? ഏതൊക്കെ ക്വാളിഫിക്കേഷൻസിലുള്ളവർക്ക് ചെയ്യാം? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാർ തന്നെ പറയുകയാണെങ്കിൽ ആ ഡൗട്ട്സ് ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യും, ഒന്ന് മാറി കിട്ടും. നമ്മുടെ വ്യൂസിനൊക്കെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് നിരന്തരം വരുന്നതാണ്. എന്താണ് ക്വാളിഫിക്കേഷൻ, അപ്ലിക്കേഷൻസ്? അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഗുഡ്. പൊതുവേ സാറിന് മാത്രമല്ല, എനിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. പൊതുവെ വിദേശത്ത് പഠിക്കണം, അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, സ്കോളർഷിപ്പോട് കൂടി കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് രാജ്യത്താണ് കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുന്നത് എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ എനിക്കും വരാറുണ്ട്. പൊതുവെ കരിയർ ഗൈഡുമാരായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ധാരാളം വരാറുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് കൺട്രീസിലുള്ള ഒരു വിദ്യാഭ്യാസം, അവിടെയുള്ള പഠനം, അവിടെയുള്ള സ്കോളർഷിപ്പ്, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് സൗദി അറേബ്യ, ഖത്തർ, ദുബായ്, ഈജിപ്ത്. ഇതാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ലോകതലത്തിൽ തന്നെ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രീസ്. ഇത് ഖത്തർ, ദുബായ്, ഈജിപ്ത്, സൗദി അറേബ്യ, ഈ 4 കൺട്രീസാണ് പ്രധാനമായിട്ടും വിദേശ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ 2 തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ഒന്ന് സ്വാഭാവികമായിട്ടൊന്ന് അവിടുത്തെ ഗവൺമെന്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ, അത് നമ്മൾ പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറയുക. രണ്ടാമത് അവിടെയുള്ള വ്യക്തികൾ നടത്തുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരിക്കും, ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളൊന്നും അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കേണ്ട സാധനം. എക്സാക്ട്ലി, നമ്മുടെ ക്യാഷ് ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻ കിട്ടും. രണ്ടാമത് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ് വിദേശത്തിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന രാജ്യങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് ആദ്യം നമ്മൾ വേർതിരിച്ചറിയണം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഏതാണെന്നുള്ള ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നിരന്തരം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നോടൊക്കെ ഞാനൊക്കെ ഏറ്റവും നേരിടുന്ന, സർ സൗദി അറേബ്യയിലെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ, അല്ലെങ്കിൽ ഖത്തർ യൂണിവേഴ്സിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ, അല്ലെങ്കിൽ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയൊക്കെ അഡ്മിഷൻ ലഭിക്കുക, അതിൻ്റെ പ്രൊസീജിയർ എന്നാണ്. ചില വീഡിയോസൊക്കെ അത്ര വീഡിയോസ് താങ്കളുടെ തന്നെ ചോദിച്ചിട്ട് അറ്റൻഡിലായിരുന്നു. അപ്പോൾ അതാണ് കുട്ടികൾക്ക് അവിടെ സ്കോളർഷിപ്പ് എങ്ങനെ ലഭിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. വെരി ഗുഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ, കുട്ടികൾ വിചാരിക്കുന്നത് ഇത് അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് പോസിബിൾ ആണ്, ഇത് കിട്ടുമെന്നുള്ളത് ആരെയും മിക്ക കുട്ടികളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം ക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഇവിടെയുള്ള കോളേജുകളെ പോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc കെമിസ്ട്രിക്ക് നമ്മുടെ നാട്ടിൽ എത്രയാണ് സാധാരണ ഇൻടേക്ക് ഉണ്ടാവാറുള്ളത്? ഒരു 40, 30 ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇതിലും കുറവാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇൻടേക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. സാധാരണ അവിടെയുള്ള സ്കൂൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇൻടേക്ക് എന്ന് പറയുന്നത് 15 മുതൽ 20 വരെയാണ്. ഒരു ബാച്ചിൽ ഇപ്പൊ നമ്മൾ വരുന്ന BSc കെമിസ്ട്രി ആണെങ്കിൽ ആകെയുള്ള ഇൻടേക്ക് എന്ന് പറയുന്നത് 15 മുതൽ 20 വരെയാണ്. അല്ലെങ്കിൽ MSc കെമിസ്ട്രി, സോളജി, ബോട്ടണി ഏത് സബ്ജക്ട് ആയാലും, മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സിന് ഇതിലും കുറയുന്നുണ്ട്. UG ആണെങ്കിൽ 15 മുതൽ 20 വരെയാണ് സാധാരണ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇൻടേക്ക് എന്ന് പറയുന്നത്. അതിൽ എല്ലാ രാജ്യക്കാർക്കും അപേക്ഷിക്കാം, പിന്നെ ആ രാജ്യക്കാർക്ക് വേറെ ഉണ്ടാവും. അതിന് നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൽ തന്നെ കുറച്ച് സീറ്റാണ് ഇന്റർനാഷണൽ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ടാവുക. ഒരു 15 സീറ്റ് ഉണ്ടെങ്കിൽ 3 സീറ്റ് മാക്സിമം കിട്ടുന്ന 5 വരെ സീറ്റ്.
അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്റർനാഷണൽ കുട്ടികൾക്ക് കിട്ടുന്നത് 5 സീറ്റ് ആയിരിക്കും. 5, 6 ഇതൊക്കെയാണ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കാർ മാത്രമല്ല, എല്ലാ രാജ്യക്കാരും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ ഇന്ത്യൻസ് അപേക്ഷിക്കുന്നുണ്ട്, പാകിസ്ഥാനീസ് അപേക്ഷിക്കുന്നുണ്ട്, ഇനി വിദേശ യൂറോപ്യൻ കൺട്രീസിലുള്ള കുട്ടികളൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ധാരണ നമുക്കുണ്ടാകും. അപ്പൊ നമ്മൾ എത്രത്തോളം കോമ്പിറ്റന്റ് ആയിരിക്കണം, ഈ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എത്രത്തോളം കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നുള്ള ഒരു പിക്ചർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ പറയുന്ന 5 സീറ്റ് ഒരാളായി തീരാനുള്ള അക്കാഡമിക് പെർഫോമൻസ് എൻ്റെ അടുത്തുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ അക്കാഡമിക് മെറിറ്റ് എൻ്റെ അടുത്തുണ്ടോ എന്ന് നോക്കണം. അതിനുള്ള ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലിക്കേഷൻ ഇട്ടു. ഈ അപ്ലിക്കേഷൻ ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് അത് സ്കോളർഷിപ്പ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ അത് മെറിറ്റ് ബേസ്ഡ് ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ കരുതേണ്ടത്? അല്ലെങ്കിൽ അവിടെ മക്കളെ പോലുള്ള കാര്യങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഗുഡ്. അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശരിക്കും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി അതിന്റെ പ്രോസ്പെക്ടക്സിൽ പറയുന്നുണ്ടാവും. 70% മാർക്ക് അല്ലെങ്കിൽ 65% മാർക്ക് എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഇപ്പൊ അവരുടെ എന്താ പറയാ, ഡിഗ്രിക്ക് ആണെങ്കിൽ +2 65% അല്ലെങ്കിൽ 70% ഒക്കെ ഉണ്ടായിരിക്കും അതിന്റെ പ്രോസ്പെക്ടക്സിൽ ഉണ്ടായിരിക്കാം. അപ്പൊ കുട്ടി വിചാരിക്കുക എനിക്ക് 80% മാർക്ക് ഉണ്ടല്ലോ, 70% മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതിന് എലിജിബിൾ ആയിരിക്കും എന്നുള്ളതാണ് കുട്ടികൾ വിചാരിക്കുന്നത്. അപ്പൊ ആ ധാരണ ആദ്യം നമ്മൾ തിരുത്തണം. അപേക്ഷിക്കാനുള്ള മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് 65% അല്ലെങ്കിൽ 80%. സാധാരണയായിട്ടുള്ളത് 70%, 75% നോർമലി എല്ലാ യൂണിവേഴ്സിറ്റികളും കാണിക്കുന്നത്. അപ്പൊ അത്ര ശതമാനം മാർക്കും എന്ന് കരുതി കുട്ടിക്ക് അവിടെ അപേക്ഷിച്ച് കിട്ടാൻ കാരണമല്ല. സാധാരണ കിട്ടുന്നത് ഒരു 90-95 above% ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ കുട്ടികളെ ഇന്റർവ്യൂവിന് പോലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ഇവരൊക്കെ റീപ്ലൈ കിട്ടൂല. റീപ്ലൈ കിട്ടുന്നത് ഇവർ സ്ക്രൂണിറ്റി നടത്തിയതിനു ശേഷമായിരിക്കും. കറക്റ്റ്. അവിടെ തന്നെ 95 അബോവുള്ള ആളുകൾക്കാണ് പിന്നെ ഒരു മെയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എക്സാക്ട്ലി. അപ്പൊ അപേക്ഷ കുട്ടികൾക്ക് തന്നെ അവർ സ്ക്രൂട്ടിനി ചെയ്യും. ഈ സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് അവർ പരിഗണിക്കുന്നതാണ് ഈ കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ്, എത്ര % മാർക്ക് ഉണ്ട്. മിനിമം ഒരു 95 അബോവ് ഉള്ള കുട്ടികളാണ് അവരെന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റിലോട്ടുള്ളൂ. 95 അബോവ് ഉണ്ടെങ്കിൽ എങ്ങനെയാലും ഇന്റർവ്യൂ കോളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു പ്ലാൻ ആയിട്ട് വെക്കരുത്. അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കാൻ ചാൻസ് ഇല്ല. വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. അതിന് തന്നെ നമ്മുടെ മാർക്കും അക്കാഡമിക് ഇതര പെർഫോമൻസ് നോക്കിയിട്ടാണ് ഈ കുട്ടികൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വരിക. ആ ഇൻ്റർവ്യൂ കോൾ വന്നതിന് ശേഷം ആ ഇൻ്റർവ്യൂവിലും പെർഫോം ചെയ്ത ആളുകൾക്കാണ് ഇവിടേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതൊരു ടഫായിട്ടുള്ള പ്രൊസീജിയറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും കുട്ടികൾക്ക് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? ഒരു ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം, അപേക്ഷിക്കുന്നതിന് ഫീസുകളുണ്ടോ? ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. അപേക്ഷിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റിൽ ഒന്ന് പാസ്പോർട്ട്. ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ്. നമ്മൾ ഇത്തരം വെബ്സൈറ്റുകളിലേക്ക് കയറി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എൻ്റർ യുവർ വാലിഡ് പാസ്പോർട്ട് നമ്പർ എന്നുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുന്നതാണ്. പലപ്പോഴും ചില കുട്ടികൾ എന്ത് ചെയ്യും, എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്, പാസ്പോർട്ട് ഈ കുട്ടികളെ പേരൊക്കെ ആയിരിക്കുന്നതല്ല. അപ്പോൾ പാസ്പോർട്ട് ഇറ്റ്സ് വെരി കമ്പൽസറി. ഇതാണ് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. ബാക്കിയൊക്കെ ഓപ്ഷണലാണ്. ഡിഗ്രിക്ക് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മുടെ നാട്ടിൽ കോളേജിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഇല്ലാത്ത 2 ഡോക്യുമെന്റ്സ് ഇത്തരം വിദേശ സർവകലാശാലയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് കൊടുക്കണം. അതിനൊന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, SOP എന്ന് ചുരുക്കം പറയും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയെ അറിയിക്കുന്ന ഒരു രേഖയാണ് SOP എന്ന് പറയുന്നത്. അത്തരം ഒരു ഡോക്യുമെന്റ് നമ്മുടെ നാട്ടിൽ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിലും അത്തരം ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ കുട്ടി എന്തുകൊണ്ട് ഇന്ന യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി ഞാൻ എന്തുകൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖ. അതോടൊപ്പം തന്നെ ആ യൂണിവേഴ്സിറ്റി ഇന്ന ബ്രാഞ്ചാണ് ഞാൻ എടുക്കുന്നത്, അതിനും കാരണമുണ്ട്. എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ഇന്ന ബ്രാഞ്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തുന്ന രേഖയാണ് SOP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ SOP എത്രത്തോളം എക്സലൻ്റ് ആണോ, അവർ കൺവിൻസ്ഡ് ആവുന്നോ അത്രത്തോളം നമ്മുടെ ഇൻ്റർവ്യൂ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് SOP.
അപ്പോൾ ഇന്റർവ്യൂ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് ഇതിലെ പെർഫോമൻസ്, മാർക്ക്, അതേപോലെ പ്രധാനമായിട്ടുള്ള സംഭവമാണ് SOP എന്ന് പറയുന്നത്. SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നിങ്ങൾ അവിടെ എന്തിന് പഠിക്കുന്നു, ആ കോഴ്സ് എന്തിന് ചൂസ് ചെയ്യുന്നു, അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അത് വായിക്കുമ്പോഴാണ് കുട്ടിയെ കാണുന്നില്ല, അത് വായിക്കുമ്പോഴാണ് ഈ കുട്ടിയെ ഇതിലേക്ക് വേണോ വേണ്ടോ എന്നുള്ള ഇന്റർവ്യൂ ബോർഡ് തീരുമാനിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ ഇതിൽ കൂടെ തന്നെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ +2 പഠിക്കുന്ന പല കുട്ടികളും തന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ അവർ +2 സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടുള്ളൂ, അപ്ലിക്കേഷൻസ് ഒക്കെ നേരത്തെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് അപ്പം ഡിഗ്രി തേർഡ് ഇയർ ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡിഗ്രിക്ക് അപ്പം ഇപ്പോൾ +2 കറന്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ? സാധാരണയായിട്ട് ഒട്ടുമിക്ക GCC കൺട്രീസിലുള്ള അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളുടെ ഡോക്യുമെന്റ്സ് അവർ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് മാൻഡറ്ററി ആണ്. അപ്പോൾ നമ്മുടെ ഈ മാർക്ക് റിസൾട്ട് വെയിറ്റിങ്ങിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ ഒട്ടുമിക്ക കുട്ടികൾക്കും പ്രയാസമായിരിക്കും. കാരണം വെച്ചാൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടിയുടെ അക്കാഡമിക് വർക്ക് നോക്കിയിട്ട്, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് വെച്ചാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള താമസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ റേറ്റിംഗ് റിസൾട്ട് ഒന്നും കാണിക്കാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ ശരിക്കും നമ്മുടെ +2 കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം തന്നെയാണ് ഡിഗ്രീൻ്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാം. അപ്പോൾ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻ്റ് ഒക്കെ അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഇൻടേക്കും ഇവിടുത്തെ ഇൻടേക്കും നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ പറയും സെപ്റ്റംബറിലാണ് ആപ്ലിക്കേഷൻ വിളിച്ചത്, അപ്പോൾ നമ്മൾ +2 പാസ് ചെയ്തു, അപ്പം അവർക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കല്ലേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇയറിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ GCC കൺട്രീസിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലേക്കും UGക്കും ഒക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ 2 ഇൻടേക്കാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക. ഒന്ന് സമ്മർ ഇൻടേക്കും ഒന്ന് വിന്റർ ഇൻടേക്കും എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അടുത്ത വിന്ററിലേക്കുള്ള അഡ്മിഷനിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് റിസൾട്ട് വരാത്ത കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇനി അവർക്ക് അടുത്ത ടേമിൽ വിന്ററിൽ അപേക്ഷിക്കുന്ന സമയത്ത് കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിന്റർ അപേക്ഷിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ വിളിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പോലും ചില കോഴ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കോഴ്സുകൾ ചിലപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് അതിന് വെബ്സൈറ്റിൽ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. എല്ലാ കോഴ്സുകളിലേക്കും അഥവാ വിന്റർ ഇൻടേക്കിന് അപേക്ഷ ക്ഷണിച്ചോളുന്നുണ്ടാവില്ല. ചില ബ്രാഞ്ചുകളിലേക്ക് മാത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതേ സ്ഥാനത്ത് ഈ പറയുന്ന ജൂൺ ഇൻടേക്കിൽ എല്ലാ കോഴ്സിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, നോർമൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണല്ലോ, അതിൽ എല്ലാ ബ്രാഞ്ചിലേക്കും എല്ലാ യൂണിവേഴ്സിറ്റികളും ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. ഈ ജൂൺ ഇൻടേക്കിലേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻടേക്കിലേക്കും ആപ്ലിക്കേഷൻ എപ്പോഴാണ് വിളിക്കാറുള്ളത്? ഏകദേശം ഡിസംബറിൽ തന്നെ തുടങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. ഡിസംബറിൽ തുടങ്ങുന്നതുകൊണ്ട് സാധാരണ ഡേറ്റ് ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്ത് ചെയ്യും, ഇത്തരം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അപേക്ഷിക്കാനുള്ള സമയമായിരിക്കും. ഇപ്പോൾ സൗദിയിലുള്ള ഏകദേശം 30ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. UGയും PGയും പറ്റുമോ? UGയും PGയും അതിൽ കൂടുതൽ UG ആയിരിക്കും ഉണ്ടാവുക, PG കുറവായിരിക്കും. സൗദിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കോമൺ പോർട്ടൽ ഉണ്ട്. അവർക്ക് ഒരു കോമൺ CUT എന്നൊക്കെ പറയുന്നത്, CUT എന്നൊക്കെ പോലെ www.studyinsaudi.moe എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യും, അവിടെയുള്ള ഒട്ടുമിക്ക 10-30ഓളം യൂണിവേഴ്സിറ്റിയിലേക്ക് ആ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാം, നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ജസ്റ്റ് അവിടെ എൻ്റെ പ്രത്യേകതയാണ് അത്. ആ സ്ഥാനത്ത് ഖത്തറിലൊക്കെ ആണെങ്കിൽ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരിക്കുക. ഇതിനെല്ലാം അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീസ് അടക്കണമല്ലോ ഇവിടെ അപേക്ഷിക്കുന്ന പോലെ? അപ്പോൾ റിയാലിലൊക്കെ ആണെങ്കിൽ ദിനാറിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഇന്ത്യൻ പൈസയിലേക്ക് വരുമല്ലോ. ഉണ്ട്. സൗദിയുടെ കേസിൽ അങ്ങനെയുള്ള ഒരു ഫീസ് ഇല്ല. ആ സ്ഥാനത്ത് ഖത്തറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫീസ് വരുന്നുണ്ട്. അത് 1000 റിയാലൊക്കെയാണ് ചോദിക്കുക. അവിടെ 1000 റിയാൽ അല്ലെങ്കിൽ 1000 ഖത്തരി റിയാൽക്കൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 10,000 രൂപയുടെ അടുത്ത് അതിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യും, ഫീസ് വരുന്നുണ്ടായിരിക്കും, അപേക്ഷാ ഫീസ് വരുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം, സ്കോളർഷിപ്പിന്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഓരോ വർഷവും ബജറ്റിൽ ഫണ്ട് മാറ്റിവെക്കും
എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെക്കും. അതിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇന്റർനാഷണൽ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് വരും. ബജറ്റ് ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 കുട്ടികൾക്കായിരിക്കും ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് കിട്ടുക. ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ 50% സ്കോളർഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ 75% സ്കോളർഷിപ്പ് ആയിരിക്കും. അതിനൊരു മാനദണ്ഡം കൂടി ഉണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിൽ നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട്, നമ്മുടെ SOP, നമ്മുടെ ഇന്റർവ്യൂവിൽ പെർഫോമൻസ്, അക്കാഡമിക് മെറിറ്റ് ഒക്കെ നോക്കിയിട്ട് എല്ലാം കൊണ്ടും അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അവർ പറയും, നമുക്ക് വരുന്ന ഇമെയിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് 80% അല്ലെങ്കിൽ 70% അല്ലെങ്കിൽ 50% ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ 50 കിട്ടിയാലും ബാക്കി 50 കൊടുക്കുക എന്നുള്ളത് ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടഫായിരിക്കും. അപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് 70% അല്ലെങ്കിൽ 50% സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാനതുമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഫീസും ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. കാരണം അവിടെ ഉള്ളത്, നമ്മുടെ ഇവിടെ സെമസ്റ്ററിനാണ് ഫീസ് നിശ്ചയിക്കുന്നത്. അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹവേഴ്സിനാണ് ഫീസ് നിശ്ചയിക്കുന്നത്, ഹവേഴ്സിനാണ്. അപ്പൊ ഒരു ഹവേഴ്സിന് തന്നെ ഏകദേശം പിന്നെ 3000 റിയാൽ ഒക്കെയാണ് ഒരു ഹവേഴ്സിന് വരിക. 3000 റിയാൽ എന്ന് പറയുമ്പോൾ 3 ഇന്ത്യൻ മണിയിലേക്ക് ഒരു മണിക്കൂർ തന്നെ. അപ്പോൾ വിത്തൗട്ട് സ്കോളർഷിപ്പ് GCC കൺട്രീസിൽ പഠിക്കുക എന്നുള്ളത് വളരെയധികം ടഫായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് ഫിനാൻഷ്യൽ സൗണ്ട് ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ചില കുട്ടികളെ എനിക്കെന്നെ അറിയാം, ഇതേപോലെ 70% സ്കോളർഷിപ്പാണ് ആ കുട്ടിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവരോട് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് 70% ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു പിന്നെന്താ പറയുക, ഒരു റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ നമ്മുടെ ടാലൻസ് പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ പോലെ അവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് ഏറ്റുകൊടുത്ത അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്, ഈ അപേക്ഷിക്കുന്ന സമയത്ത് എംബസി അറ്റസ്റ്റേഷന് അപേക്ഷിക്കുമ്പോൾ എംബസി അറ്റസ്റ്റേഷന് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റേഷനുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളതൊക്കെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ടോ, അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഓരോരോ രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായ കണ്ടീഷനാണ് പറയുന്നത്. ചില രാജ്യങ്ങൾക്ക്, ഈ കേസിൽ ചില രാജ്യങ്ങൾക്ക് അവരുടേതായ പോളിസി ഡിഫറെൻ്റ് ആയിരിക്കും. ഖത്തറിന് ഒന്നായിരിക്കാം, സൗദിക്ക് വേറെ ആയിരിക്കും, ദുബായ്ക്ക് UAE വേറെ ആയിരിക്കും, അങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സൗദിയുടെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് ഇത്തരം സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റേഷൻ്റെ ആവശ്യമൊന്നും ആദ്യത്തിലില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ച് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് ഈ പറയുന്ന അറ്റസ്റ്റേഷൻ, എംബസി അറ്റസ്റ്റേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒട്ടുമിക്ക അറേബ്യൻ കൺട്രീസും അപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ ഡോക്യുമെന്റ്സിന്റെ അറബിക് പിന്നെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലായിരിക്കാം, ഇനി ചിലപ്പോൾ മലയാളത്തിലാണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നല്ലൊരു ട്രാൻസ്ലേറ്റർ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഏറെക്കുറെ ഡൗട്ട്സുകളൊക്കെ തീർന്നിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് റീപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു.